പെപ്പർ ലീഫ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കരിങ്കോഴികൾ വളർത്തുന്ന നമ്മളുടെ കൂട്ടിൽ അവരിടുന്ന മുട്ടകൾ എടുക്കാനായിട്ട് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ നമ്മളുടെ കോഴികളെല്ലാം അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് നമ്മളുടെ കോഴികൾ. അവരിതുപോലെ ചകഞ്ഞ് കൂടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇതുപോലെ പുഴുക്കളെയും ചതലിനെയൊക്കെ കൊത്തി തിന്ന് നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏകദേശം ദിവസവും ഒരു 15 മുട്ടയിൽ താഴെയൊക്കെ ആയിട്ട് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കാനായിട്ടാണ് നമ്മൾ വന്നേക്കണത്. തുറന്നു വിട്ട് ഒരു 1.5 മണിക്കൂറിന് ശേഷമാണ് നമ്മളിപ്പോൾ കൂട്ടിലേക്ക് വന്നേക്കണത്. അപ്പോൾ അവർ പുറത്ത് ഇതുപോലെ ഓരോന്നൊക്കെ കൊത്തിപ്പറക്കിയൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൂടിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും പരിശോധിച്ച് നോക്കണം മുട്ടകൾ എവിടെയുണ്ടെന്നൊക്കെ അറിയാനായിട്ട്. ഒരു കൃത്യമായ സ്ഥലത്തൊന്നുമല്ല അവരിടാറ്. ഇപ്പോൾ കണ്ടില്ലേ, ഇതുവരെ നമ്മളെ നെറ്റിൻ്റെ സൈഡിൽ നിന്നാണ് നമുക്കൊരു മുട്ട കിട്ടിയേക്കണത്. പലരും പല സ്ഥലങ്ങളിലായിട്ടാണ് മുട്ടയിട്ട് വയ്ക്കുക. ഇപ്പോൾ അടുത്ത് എടുക്കുന്ന കോഴിക്കൂടിൻ്റെ നെറ്റിൻ്റെ മുകളിൽ 2 മുട്ട അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് മുട്ട കിട്ടുക കേട്ടോ. കൂടിൻ്റെ ഉള്ളിൽ കൂടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മുട്ടകളാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി അതാണ് കേട്ടോ എടുക്കാൻ പോണത്. പല കോഴികളും പല ഭാഗങ്ങളിലാണ് ഇടുക. സ്ഥിരമായിട്ട് ഇടുന്ന സ്ഥലങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് കൂടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളിപ്പോൾ എടുത്ത മുട്ടകളാണ്. ഇനി നമുക്കിതേ നമ്മളുടെ വേറെ ചെറിയ കോഴിക്കുട്ടികളെ ഇടുന്നൊരു കൂടിൻ്റെ മുകളിൽ കിട്ടിയിരുന്നു. ഇത് പിന്നെ ഇവിടെ സ്ഥിരക്കാർ കുറച്ച് പേരുണ്ട്. ഇവർ ഈ കുഴിയിൽ ഇതുപോലെ മണ്ണൊക്കെ ചകഞ്ഞ് അതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് വയ്ക്കുന്ന കുറച്ച് ടീമുകളുണ്ട്. അവിടെ നിന്ന് നമുക്ക് 2 മുട്ടകൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് മുട്ടകൾ കിട്ടുക. ഇന്ന് നമുക്ക് ഏകദേശം ഇത്രത്തോളം മുട്ടകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 13 എണ്ണത്തിന് മുകളിലുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മളുടെ കൂട്ടിലെ കോഴികളും മുട്ട തരുന്ന ആൾക്കാരൊക്കെ. ഇവർ സ്ഥിരമായിട്ടൊരു മുട്ടയിടുന്ന സ്ഥലം നമുക്ക് പറയാൻ പറ്റില്ല. കൂടിൻ്റെ ഉള്ളിൽ എല്ലാ ഭാഗവും ദിവസവും പരിശോധിച്ച് നോക്കണം എവിടെയൊക്കെയാണ് മുട്ട കിടക്കണതെന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ മുട്ടയൊക്കെ ആയിട്ട് നമ്മൾ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 13 മുട്ടയ്ക്ക് മുകളിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.